ഇതാണ് മത്സ്യകന്യക. പാലക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ മാർച്ച് 24 മുതൽ ഏപ്രിൽ 21 വരെ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു. ആ എക്സ്പോ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ബാനറിലാണ് ആ എക്സ്പോ നടത്തിയിരുന്നത്. അവിടെ ഒരു അക്വേറിയം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അക്വേറിയമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അബു മണ്ണാർക്കാട്, നിങ്ങൾക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ ചെറുപെരുന്നാളിനാണ് ഈ മറൈൻ വേൾഡ് എന്നുള്ള ഈ എക്സ്പോ കാണാൻ വേണ്ടി പോയത്. മാർച്ച് 15 ഉദ്ഘാടനം ചെയ്യും എന്നാണ് ഇവരാദ്യം പറഞ്ഞിരുന്നത്. അത് പ്രകാരം ഞാൻ മാർച്ച് 18 ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ചെന്നപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ വീണ്ടും ഇവരുടെ ആഡ് വരുന്നത്, എക്സ്പോ മാർച്ച് 21 ഉദ്ഘാടനം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ മാർച്ച് 21 അവർ ഉദ്ഘാടനം കഴിഞ്ഞില്ല. പിന്നെ മാർച്ച് 24, 25 ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ പിന്നീട് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ റംസാനായി. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഒന്നും എനിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ റംസാനൊക്കെ കഴിഞ്ഞതിന് ശേഷം പെരുന്നാളിനാണ് ഈ എക്സ്പോ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് 150 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ്. ഇപ്പോൾ 150 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഹാളിലേക്ക് കയറിയിരിക്കുകയാണ്. എക്സ്പോ നടക്കുന്ന ഹാളിലേക്ക് കയറിയിരിക്കുകയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് കുറേ മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇലക്ട്രിക്കാണ് ഇതിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു കരടിയാണ്. കരടിയൊക്കെ ഇലക്ട്രിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മരക്കുത്തിച്ചാതിയുണ്ട്. അതുപോലെ ഒരു ജിറാഫുണ്ട്. ജിറാഫിൻ്റെ മടിയിൽ കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു സീബ്രയാണ്. സീബ്ര തലയാട്ടുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിരവധി സന്ദർശകരാണ് പെരുന്നാളായിട്ട് ഇവിടെ സന്ദർശിക്കുന്നത്. ഒരു കാട്ടുപോത്താണ്. കാട്ടുപോത്ത് തല ആട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ മയിലുകൾ, അതുപോലെ മൃഗങ്ങളുടെ ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് മൃഗങ്ങളെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര കൗതുകമുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഇതാണ് അതിൻ്റെ ഒരു വൈഡ് വ്യൂ. ഇതാണ് ആനയും അതുപോലെ മറ്റുള്ള എല്ലാ ഇതുകൊണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടതിന് ശേഷം നേരെ ഇനി അക്വേറിയത്തിലേക്കാണ് പോകുന്നത്. അക്വേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വേറിയത്തിൽ 5000-ൽ പരം കടൽ മത്സ്യങ്ങൾ, വിവിധ ഇനം കടൽ മത്സ്യങ്ങൾ ഉണ്ട് എന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. അപ്പോൾ വിവിധ ഇനം മത്സ്യങ്ങളുടെ ഈ വിഷ്വലൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കഴിക്കുന്ന പലതരം മത്സ്യങ്ങൾ, പലതരം കളറുകളിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ, അതുപോലെ പെയിൻ്റ് അടിച്ചതുപോലെയൊക്കെ നമുക്ക് തോന്നും. ഇതൊക്കെ കണ്ടല്ലേ, നല്ല ഭംഗിയുള്ള, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ്. പല രീതിയിലുള്ള മത്സ്യങ്ങളാണ് ഇതിൽ. 5000-ൽ പരം മത്സ്യങ്ങൾ കടൽ മത്സ്യങ്ങളാണെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ചെറുതും വലുതുമായ നിരവധി മത്സ്യങ്ങളാണ് ഈ അക്വേറിയത്തിൽ ഇവർ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, തുടർന്നുള്ള വിഷ്വൽ നിങ്ങൾ ഒരു മ്യൂസിക്കിൻ്റെ സഹായത്തോടു കൂടെ കാണുക. ഏതായാലും അടിപൊളി കാഴ്ചകളാണ്. ആരും വീഡിയോ മിസ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക.
അപ്പോൾ ഈ എക്സ്പോയിൽ ഏറ്റവും അട്രാക്ഷനായ അതിമനോഹരമായ ഏറ്റവും കൂടുതൽ ആളുകൾ വീക്ഷിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ ഒരു അക്വേറിയത്തിലൊരു മത്സ്യകന്യകയുണ്ട്. അപ്പോൾ മത്സ്യകന്യക ഇതാ ഇങ്ങനെ വെള്ളത്തിലൂടെ നീന്തി തുടിക്കുന്നു. അപ്പോൾ ഈ മത്സ്യകന്യക ആർട്ടിഫിഷ്യലൊന്നും അല്ല കേട്ടോ, ഒറിജിനൽ തന്നെയാണ്. ഒറിജിനൽ മത്സ്യകന്യകയല്ല എങ്കിൽ കൂടി ഒരു മത്സ്യകന്യകയുടെ എല്ലാ ലുക്കിലും ഭാവത്തിലും ഒക്കെയാണ് ഇവർ കാണികളെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ പലവിധ കലാപരിപാടികളൊക്കെ ഈ വെള്ളത്തിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ ഒരു മത്സ്യകന്യകൻ കൂടിയുണ്ട്. മത്സ്യകന്യകൻ ഈ മത്സ്യകന്യക നേരെ വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. ഇതാണ് മത്സ്യകന്യകൻ. മത്സ്യകന്യകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ സഹായത്തോടെയാണ് ഇതിൽ പെർഫോമൻസ് ചെയ്യുന്നത്. ഈ അക്വേറിയത്തിൽ ഏറ്റവും അട്രാക്ഷനായ ഒരു ഭാഗമാണിത്. ഏറ്റവും കൂടുതൽ ആളുകൾ വീക്ഷിക്കുന്നത്, കുട്ടികൾ ഏറ്റവും കൗതുകപൂർവ്വം വീക്ഷിക്കുന്നതുമായ ഒരു ഭാഗമാണിത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മത്സ്യകന്യകയെയും അതുപോലെ മത്സ്യകന്യകനെയും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി അടുത്ത് പോകുന്നത്, ഇവിടെ ഒരുപാട് കമ്പനികളുടെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഔട്ട്ലെറ്റിലേക്കാണ് ഇനി അടുത്ത് നമ്മളുടെ യാത്ര. ഇതാണ് ആ ഔട്ട്ലെറ്റുകൾ. വിവിധ കമ്പനികളുടെ വ്യത്യസ്തമായ ഒരുപാട് കമ്പനികളുടെ ഔട്ട്ലെറ്റുകൾ ഇവിടെയുണ്ട്. നിരവധി ആൾക്കാർക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള അവസരമൊക്കെ ഇവിടെയുണ്ട്. മസാജ് ചെയ്യുന്ന യന്ത്രങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് നിരവധി പറഞ്ഞാൽ തീരുന്നില്ല. അപ്പോൾ നിങ്ങൾ വിഷ്വൽ തന്നെ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ കമ്പനികളുടെ സ്റ്റാളുകളൊക്കെ സന്ദർശിച്ചതിന് ശേഷം നമ്മൾ അവസാനം ഏതൊരു എക്സ്പോ ആണെങ്കിലും അതിലും ആളുകളാണെങ്കിലും ഒക്കെ നമ്മൾ ലാസ്റ്റ് വരുന്നത് ഒരു ഫുഡ് ഹബ്ബിലേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ഫുഡ് ഹബ്ബിൻ്റെ ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇത് പപ്പടമാണ് അത്ര ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഈ വലിയ സാധനം. അപ്പോൾ ഈ പപ്പടം ഉണ്ടാക്കുന്നതിൻ്റെ ഡെമോൺസ്ട്രേഷൻ അദ്ദേഹം ഒന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു പപ്പടം ഇങ്ങനെ എണ്ണയിലേക്കിട്ട് അതൊരു തവി കൊണ്ട് കുറേ നേരം ഇളക്കി പരത്തിയതിന് ശേഷം അത് വലിയൊരു പപ്പടമായി ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് പപ്പടം. പപ്പടം എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയേക്കാൾ വലുപ്പമുള്ള പപ്പടമാണ്. അങ്ങനെ നിരവധി ഫുഡ് ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പത്തിരിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എന്താണ് പാവറൊട്ടിയോ അങ്ങനെ എന്തോ ആണെന്നാണ് പറയുന്നത്. ഇവിടെ കൂടുതലും ബംഗാളികളൊക്കെ ഉണ്ട് ജോലിക്ക്. അപ്പോൾ കുറേയൊക്കെ ഹിന്ദിയൊക്കെ സംസാരിക്കാൻ കഴിയണം, എന്നാലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ കഴിയുള്ളൂ. അതുപോലുള്ള ഉത്തരേന്ത്യൻ ഫുഡുകളുടെ വിഭവങ്ങൾ ഒരുപാട് ഇവിടെയുണ്ട്. ഇതാണ് ഫുഡ് സ്റ്റാൾ. ഇവിടെ കരിമ്പ് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കമ്പനികളുടെ ഫുഡ് സ്റ്റാളുകൾ ഇവിടെയുണ്ട്. നിരവധി വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളും ഇവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഒരു വലിയൊരു സ്റ്റാൾ തന്നെയാണ്. നിരവധി ആൾക്കാർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം തിരക്കാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇവിടെ ഒരു ചായക്കടയിൽ എണ്ണക്കടി പലഹാരങ്ങളൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്.
ഡ്രൈവിൽ നിന്ന് ഹലോ ആ പോരുകയാണോ? അതെ, എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യമായിട്ടാ വരുന്നേ? ആ, വേറെ നിങ്ങൾ എത്ര തന്നെ ആളുള്ളൂ? 4 ആൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, നല്ല ഷോ ആണ്, കണ്ടിട്ട് വരും. ഓക്കെ, താങ്ക് യു. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക.